ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെൽസ് ആൻഡ് ഷീറ്റ്. ഇന്ന് നമ്മൾ എക്സലിന്റെ ട്യൂട്ടോറിയൽ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൽ ഞാൻ എക്സൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താണ് കാണുന്നത് ആ ഒരു പിക്ചറിലോട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഹോം, ന്യൂ, ഓപ്പൺ 3 ടാബായിട്ടാണ് വരുന്നത്. ഇതിൽ പുതിയൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളൊരു ബ്ലാങ്ക് വർക്ക് ബുക്കാണ് എടുക്കുന്നത്. എക്സലിൽ ഓരോ ഷീറ്റും സേവ് ആവുന്നത് ഓരോ വർക്ക് ബുക്കായിട്ടാണ്. അപ്പം ഇതൊരു വർക്ക് ബുക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിനെ നമുക്കൊരു ഷീറ്റായിട്ട് പറയാം. ഇത് നമുക്ക് ഓരോ ഷീറ്റ് ഇവിടെ താഴെ ആഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, ഷീറ്റ് 4 എന്ന പേര് ഇവിടെ ആഡായി വന്നിരിക്കും. സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു സെല്ലാണ്, അത് നമ്മൾ ആക്റ്റീവ് സെൽ എന്നാണ് പറയുന്നത്. അത് റൈറ്റിലോട്ട് പോകുന്നതിനെ നമ്മൾ റോ എന്നും താഴോട്ട് വരുന്നതിനെ നമ്മൾ കോളംസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു എക്സൽ ഷീറ്റിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ മൾട്ടിപ്പിൾ ഷീറ്റ് അടങ്ങുന്നതാണ് ഒരു വർക്ക് ബുക്കായിട്ട് വരുന്നത്. നമുക്ക് ഈ ഷീറ്റ് റീനെയിം ചെയ്യാൻ പറ്റും. ഈ ഷീറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്യുവാണെങ്കിൽ റീനെയിം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പം ഞാൻ ഡേറ്റ 1 എന്ന് ആഡ് ചെയ്യുവാണ്. നമുക്ക് ടാബിലോട്ട് പോകാം. ഇവിടെ ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുല, ഡേറ്റ, റിവ്യൂ, വ്യൂ, ഡെവലപ്പർ, ഹെൽപ്പ്, ഇത്രയും ടാബുകളാണ് നമുക്കുള്ളത്. ഇതിൽ നമ്മൾ ഫസ്റ്റിലെ ചെയ്യേണ്ട ഒരു വർക്ക്, ഏത് എക്സൽ ഷീറ്റ് ആണോ നമ്മൾ ഓപ്പൺ ആയിട്ടിടുന്നത് അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യുന്നത്. അഥവാ ഇപ്പം നമ്മൾ സിസ്റ്റത്തിൽ തന്നെ ചെയ്യുവാണ്, കറണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും സമയം നമ്മൾ ചെയ്ത ഒരു വർക്ക് നമുക്ക് പോവും. അതുകൊണ്ട് നമ്മൾ ഫയൽ, സേവ്, അല്ലെങ്കിൽ നമുക്ക് Ctrl+S നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യുക. ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ബുക്ക് 1 എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നത്. നമുക്കിവിടെ സേവ് ആസ് ടൈപ്പ് ഉണ്ട് എക്സലിൽ തന്നെ. എക്സൽ വർക്ക് ബുക്ക് ഉണ്ട്, എക്സൽ മാക്രോ എനബിൾഡ് വർക്ക് ബുക്ക് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു എക്സൽ നമുക്ക് PDF ആയിട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ PDFന്റെ ഓപ്ഷനും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതെ, ഫയൽ ടൈപ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പൊ സേവ് ചെയ്യുന്നു. ഇനി ഓരോ തവണയും ഞാൻ ഈ ഒരു എക്സൽ ഷീറ്റിൽ ഓരോ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഞാനിവിടെ Ctrl+S പ്രസ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ഒരു സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ കാണാൻ പറ്റും. ഇതേ ഫയൽ എനിക്ക് വേറൊരു പേരിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫയൽ, സേവ് എ കോപ്പി ഉണ്ട്, അല്ലെങ്കിൽ സേവ് ആസ് എന്ന് കാണിക്കും. അതിൽ ഡെസ്ക്ടോപ്പിൽ വീണ്ടും എനിക്ക് പേര് മാറ്റി സേവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതേ ഫയലിന്റെ എക്സാക്റ്റ് കോപ്പി എനിക്കവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ അവിടെ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ടാബിലോട്ട് പോകാം. ഇവിടെ ഞാനിനി ഹോം ടാബാണ് കൂടുതലും പറയുന്നത്. ഇതിൽ ഹോം ടാബില് ക്ലിപ്ബോർഡ് ഗ്രൂപ്പാണ് വരുന്നത്. ഈ ക്ലിപ്ബോർഡ് ഗ്രൂപ്പ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കട്ട്, കോപ്പി, പേസ്റ്റ് കാര്യങ്ങൾക്കാണ്. ഇപ്പൊ കട്ട് അറിയാമല്ലോ, നമ്മള് എന്തെങ്കിലും ഒരു കാര്യം പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കട്ട് വരുന്നത്. ഇവിടെ തന്നെ കത്രികയുടെ ഒക്കെ സിമ്പിള് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ടൈപ്പ് എന്തെങ്കിലും നമ്മളിപ്പോ ടൈപ്പ് ചെയ്യുകയാണ്. അഡ്രസ്, നെയിം, പ്ലേസ്. അപ്പം ഇതിൽ എനിക്കിപ്പം നെയിം കട്ട് ചെയ്യണം. അതായത് എനിക്കിപ്പം അഡ്രസ്സ് നെയിം മാത്രം ഒരു കോളത്തിൽ മതി. എനിക്കതിൽ പ്ലേസ് വേണ്ട. അപ്പൊ ഞാൻ അതിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് Ctrl+X ആണ്. ഇത് ഒരു കോളം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ എനിക്കിപ്പോൾ പ്ലേസ് ആണ് വേണ്ടാത്തത്. അപ്പൊ ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും എനിക്കത് ആ ഒരു വേർഡും സെലക്ട് ചെയ്യാൻ പറ്റുമേ. എന്നിട്ട് കട്ടാണ് കൊടുക്കുന്നത്. ഇതിനൊരു ഷോർട്ട് കട്ടും കൂടെ ഉണ്ട്, Ctrl+X ആണ് വരുന്നത്. ഇനി എനിക്ക് ആ കട്ട് എനിക്ക് അടുത്ത കോളത്തിലോട്ടാണ് അതായത് അടുത്ത സെല്ലിലോട്ടാണ് എനിക്കത് പേസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്കത് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, അതിന് പകരം Ctrl+V ആണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ
അപ്പോൾ എനിക്കത് പേസ്റ്റ് ആവുന്നുണ്ട്. ഇനി ആ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇപ്പോൾ ഇതൊരു ടെക്സ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ടെക്സ്റ്റിൻ്റെ കീപ് ടെക്സ്റ്റ് ഓൺലി എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഇമേജ് ആണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ളൊരു കാര്യമാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ അത് നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേറൊരു വെബിൽ നിന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു എക്സൽ ഫോർ വെബ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വരുന്ന കാര്യങ്ങൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോഴും ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കീപ് സോഴ്സ് ഫോർമാറ്റിംഗ്, ഞാൻ ആ ഒരു വെബിൽ എങ്ങനായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വേണോ, അതോ ഞാൻ എങ്ങനായിരുന്നു ഇപ്പം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ രീതി വേണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം എങ്ങനെയാണോ എനിക്ക് വേണ്ടത് ആ ഒരു രീതിയിലോട്ടാണ് ഞാനിപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ എക്സൽ ഫോർ വെബ് എന്നുള്ളത് എനിക്ക് കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ Ctrl+C ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ പോയി കോപ്പിന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ Ctrl+X ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം കട്ട്, കോപ്പി, പേസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ വീണ്ടും Ctrl+S തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഫോർമാറ്റ് പെയിന്റർ എന്നുള്ളൊരു ഓപ്ഷൻ ആണ് വരുന്നത്. പെയിന്റിന്റെ കാര്യം ഞാനിവിടെ പെൻഡിങ്ങിൽ ഇടുവാണ്. കാരണം ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ കാണിച്ച് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫോർമാറ്റ് പെയിന്റിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് പെൻഡിങ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സെക്ഷൻ വരുന്നത് ഫോണ്ട് ആണ്. ഫോണ്ട് ഗ്രൂപ്പാണ് നമ്മൾ വരുന്നത്. ആ ഒരു ഫോണ്ട് ഗ്രൂപ്പിൽ ഫോണ്ടിന്റെ നെയിംസ് ഉണ്ട്. അപ്പോൾ തീം ഫോണ്ട്സ് എന്നും പറഞ്ഞിട്ട് നമുക്ക് എക്സലിൽ ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ് കാലിബ്രി എന്നുള്ളത്. ഇനി നമുക്ക് ഓരോ ഫോണ്ട് യൂസ് ചെയ്യാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ടുകളാണ് കാലിബ്രി, ഏരിയൽ, ടൈംസ് ന്യൂ റോമൻ എന്നിവയാണ് നമ്മൾ കൂടുതലായിട്ട് എക്സലിൽ യൂസ് ചെയ്യുന്ന ഫോണ്ടുകൾ വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഫയല് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫോണ്ടുകളാണ് ഞാൻ പറഞ്ഞ ഏരിയൽ, ടൈംസ് ന്യൂ റോമൻ, കാലിബ്രി എന്നിവ. നെയിമിന്റെ കോളം എനിക്ക് വേറൊരു ഫോണ്ട് വേണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏരിയൽ സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ വേറൊരു ഫോണ്ടിലോട്ട് ഇത് മാറുവാണ്. കണ്ടോ, ബാക്കിയുള്ളതെല്ലാം കാലിബ്രിയിലാണ് കിടക്കുന്നത്. അതേസമയം ഫസ്റ്റ് ഫോണ്ട് ഏരിയലാണ് കിടക്കുന്നത്. ഇനി ആ ഒരു സെല്ല് അല്ലെങ്കിൽ ആ ഒരു നെയിം, അഡ്രസ് നെയിം എന്നുള്ള ആ ഒരു ക്യാരക്ടർ എനിക്കിപ്പം വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഫോണ്ട് സൈസിന്റെ ഈ ഒരു കോളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇപ്പം 72 വരെ എനിക്ക് സൈസ് കൂട്ടാൻ പറ്റും. ഞാനൊരു 14 ആഡ് ചെയ്തിരുന്നത്. ഇനി ഇത് ഫോണ്ട് സൈസിന്റെ ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു എ ഉണ്ടല്ലോ, ഇൻക്രീസ്, ഈ ഒരു എ വലിയൊരു എ ഉണ്ട് കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ, അത് ഇൻക്രീസ് ഫോണ്ട് സൈസ് ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എനിക്ക് ആ ഒരു ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം. ഇവിടെ ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതെനിക്ക് വേണ്ട, 36 വരെ വേണ്ട, എനിക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ താഴോട്ട് ആരോ ഉള്ള എ ഉണ്ട്, ഡിക്രീസ് ഫോണ്ട് സൈസ്. ഇനി എനിക്ക് ഇത് തന്നെ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ട് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോൾഡിന്റെ സിമ്പിൾ ഇവിടെ ഉള്ളത്. അത് നമുക്ക് Ctrl+B വെച്ചിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഇനി നമുക്ക് ഈ പ്ലേസ് എനിക്ക് കുറച്ചുകൂടെ ഇറ്റാലിക്സിൽ വേണം. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ഈ ഒരു ഇറ്റാലിക്സ് ഫംഗ്ഷൻ ഇവിടെ ഉള്ളത്. നമുക്ക് Ctrl+I ക്ലിക്ക് ചെയ്യാം. അപ്പം ബാക്കിയുള്ള കാര്യത്തിന് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുക. ഇനിയും ട്യൂട്ടോറിയൽ 2 പാർട്ട് കമ്മിങ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. താങ്ക് യു.